ഹലോ ഗൈസ്, അഹ്റ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. മാത്രവുമല്ല, ഡൗൺലോഡ് ചെയ്ത ഫോണ്ടുകൾ എങ്ങനെ പിക്സലാബിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ മലയാളം ഫോണ്ടുകൾ എങ്ങനെ പിക്സലാബിൽ ടൈപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഫ്രീ ആയിട്ട് ഫോണ്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഗൂഗിൾ ഫോണ്ട്. ഇവിടെ നിന്നും നമുക്ക് പല ഭാഷകളിലുള്ള ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നും ഒട്ടനവധി സ്റ്റൈലിലുള്ള ഫോണ്ടുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ മലയാളം ഫോണ്ടുകൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ഫിൽറ്ററിൽ പോയിട്ട് നമുക്ക് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളം ഫോണ്ടുകൾ നമുക്കിവിടെ കിട്ടും. ഗായത്രി, നോട്ടോസൻസ്, മഞ്ചാരി, ബാലുച്ചേട്ടൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫോണ്ടുകൾ നമുക്ക് ലഭിക്കും. ഈ ഫോണ്ടുകൾ നമുക്ക് ഇനി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഗായത്രിയാണ് വേണ്ടതെങ്കിൽ ഗായത്രി എന്ന ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് ഫോണ്ട് എന്ന് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ കൂടെ മറ്റു ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതും ഇതുപോലെ ബാക്ക് അടിക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ മഞ്ചാരി ആണെങ്കിൽ മഞ്ചാരി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗെറ്റ് ഫോണ്ട് എന്ന് കൊടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്ത ഫോണ്ടുകൾ നമ്മൾ ഡൗൺലോഡ് എന്ന് നോക്കിയാൽ അതൊക്കെ നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഫോണ്ട് സ്പേസ്. ഇവിടെ നിന്നും പല സ്റ്റൈലിലുള്ള ഫോണ്ടുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ സൂപ്പർ ഓഷൻ എന്ന ഫോണ്ടാണ് ആവശ്യമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക്, നമ്മുടെ ഫയലിലേക്ക് അത് ഡൗൺലോഡ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മറ്റു മലയാളം ഫോണ്ടുകൾ ആവശ്യമാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ മലയാളം ഫോണ്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള മലയാളം ഫോണ്ട് പാക്കുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഫോണ്ടുകൾ ആവശ്യമുള്ളവർക്ക് 4000 ഫോണ്ടുകൾ അടങ്ങുന്ന ഒരു പാക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഡൗൺലോഡ് ചെയ്ത ഫോണ്ടുകൾ എങ്ങനെ നമുക്ക് പിക്സലാബിലേക്ക് ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ സൂപ്പർ ഓഷൻ എന്ന ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. സൂപ്പർ ഓഷൻ എന്ന ഫോണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സിപ്പ് ഫയലായിട്ടാണ് നമ്മുടെ ഫയലിലേക്ക് സേവ് ആവുക. അത് നമ്മൾ ആ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യാം. അത് എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിക്സലാബിൽ വരിക. എന്നിട്ട് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫോണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ ഫോണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 2 ഐക്കണുകൾ കാണാം. അതിൽ നമുക്കിപ്പോൾ ഫയലുകളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആ ഫയലിൻ്റെ ഐക്കൺമേൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഒരു ടെക്സ്റ്റ് അങ്ങനത്തതൊക്കെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ടെക്സ്റ്റ് ഐക്കൺമേൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഫയലുള്ളത് ഡൗൺലോഡിലാണ്. ആ ഡൗൺലോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് സെലക്ട് ചെയ്തു. നമ്മുടെ ഫോണ്ടിൻ്റെ പേര് സൂപ്പർ ഓഷൻ ഫോണ്ട് എന്നാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് സെലക്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണ്ട് പിക്സലാബിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റു ഫോണ്ടുകളും ഇൻസേർട്ട് ആക്കാം. സിമ്പിളാണ്. അപ്പോൾ കുറേ ഫോണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ ഫോണ്ട് പാക്ക് ഒന്നായിട്ട്
ഈ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫോണ്ട് വർക്ക് ഒന്നായിട്ട്, അതായത് ആ ഫോണ്ടുകളൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ആ ഫോണ്ട് പാക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അതെല്ലാം ഒരുമിച്ച് ഇതിലേക്ക് ഇൻസേർട്ട് ആവുന്നതാണ്. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോണ്ടുകളൊക്കെ പിക്സൽ ലാബിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് മലയാളം പിക്സൽ ലാബിൽ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. മലയാളം പിക്സൽ ലാബിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് തരം രീതിയിൽ നമുക്ക് മലയാളം പിക്സൽ ലാബിൽ ടൈപ്പ് ചെയ്യാം. ഒന്ന്, പിക്സൽ ലാബിൽ നേരിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ഫോണ്ടുകൾ, അതായത് നമ്മളിപ്പോൾ ഗൂഗിൾ ഫോണ്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫോണ്ടുകൾ, അത് നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ഫോണ്ടുകളാണ്. അതുപോലെ മറ്റു യൂണിക്കോഡ് ഫോണ്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് നമുക്ക് വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ നമുക്ക് പിക്സൽ ലാബിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ മറ്റു മലയാളം ഫോണ്ടുകൾ നമ്മൾ കോഡ് FM-ൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ടൈപ്പ് ചെയ്യണം. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം യൂണിക്കോഡ് ഫോണ്ട് എങ്ങനെ ടൈപ്പ് ചെയ്യുമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ബാലുച്ചേട്ടൻ എന്ന യൂണിക്കോഡ് ഫോണ്ടാണ്. അത് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ മലയാളം എന്ന് ആ ഫോണ്ട് സ്റ്റൈലിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആ ഫോണ്ട് സ്റ്റൈൽ കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റു യൂണിക്കോഡ് ഫോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഫോണ്ടുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മഞ്ചാരി, അതൊരു യൂണിക്കോഡ് ഫോണ്ടാണ്. മലയാളം ആ സ്റ്റൈലിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അനഘ മലയാളം, ഈ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ഇനി സാധാരണ ഫോണ്ടുകൾ സെലക്ട് ചെയ്താൽ MLKV ഫോണ്ടുകളൊക്കെ, ഈ ഫോണ്ടുകളൊക്കെ സെലക്ട് ചെയ്താലും നമ്മുടെ സ്റ്റൈൽ മാറുകയില്ല. അപ്പം ഈ ഫോണ്ടുകളുടെ സ്റ്റൈൽ ലഭിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം കോഡ് FM-ൽ എന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ സ്റ്റൈൽ മാറുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ആവശ്യം പിറന്നാൾ ആശംസകൾ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ പ്രിൻ്റ് ചെയ്യുന്ന ഒരു മെഷീൻ്റെ ഒരു ഐക്കൺ കണ്ടില്ലേ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് FML കോപ്പി ടു ക്ലിപ്ബോർഡ്, അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്ലിപ്ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട്. നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റിൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു MLKV ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനാണ് ഇങ്ങനെ കിട്ടിയത്. നമുക്ക് മറ്റ് MLKV ഫോണ്ടുകളൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തത് MLKV ജാവേദ് എന്ന ഫോണ്ടാണ് അല്ലേ. സ്റ്റൈൽ മാറി. അപ്പോൾ നമ്മൾ കോഡ് FM-ൽ ഉപയോഗിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ, അതായത് കോഡ് FM-ൽ നമ്മൾ ആവശ്യമുള്ള സാധനം ടൈപ്പ് ചെയ്യാം. അപ്പോൾ അത് ഒരു കോഡായിട്ട് കോപ്പി ചെയ്യും. ആ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്താൽ ഒരു കോഡ് നമുക്കവിടെ കോപ്പിയായി കിട്ടും. അത് നമ്മൾ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമായ സ്റ്റൈല്, മലയാളം ഫോണ്ടിൻ്റെ സ്റ്റൈൽ അതിന് കൊടുത്താൽ ആ സ്റ്റൈലിൽ നമുക്ക് പോസ്റ്ററിൽ ചെയ്യാൻ കഴിയും. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വേറൊരു ഫോണ്ട് ആഡ് ചെയ്ത് കാണാം ഉണ്ടല്ലേ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഫോണ്ട് ആഡ് ചെയ്യലും അതുപോലെ ഡൗൺലോഡ് ചെയ്യലും. ഇനി മലയാളം പോസ്റ്റർ നിർമ്മിക്കാനും അതുപോലെ മറ്റു മോഡലുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് നിർമ്മിക്കാം. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ പോസ്റ്ററുകൾ നിർമ്മിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ
കാര്യങ്ങൾ എളുപ്പമാവും, കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ക്ലാസ്സുകൾ വേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.